തിരുവനന്തപുരത്ത് ഒരു അവസ്ഥ ഉണ്ടോ? തിരുവനന്തപുരത്ത് ഇത് തിരുവനന്തപുരം മണ്ഡലമാണ്. ഇത് കോട്ടങ്ങൽ LP സ്കൂളിലാണ് കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞങ്ങളുടെ സുധീർ കരമന സുധീർ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഇടതുപക്ഷം വൈകിയാണോ ഒരു സ്ഥാനാർത്ഥിയെ അതിൻ്റെ നടത്തിയതും എല്ലാത്തിലും ഒരു വൈകിയാണ് എങ്കിലും ഇപ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു എഫക്റ്റ് ഇല്ല. ഞങ്ങൾ വർക്ക് തുടങ്ങിയിട്ട് തന്നെ ഇപ്പോൾ 2-3 മാസമായല്ലോ. നിയമസഭയുടെ ഇലക്ഷൻ വർക്ക് പാർട്ടി ബേസിൽ തുടങ്ങിയിട്ട് 3 മാസം കഴിഞ്ഞു. പിന്നെ യഥാർത്ഥ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാൻ അല്പം വൈകി എന്നുള്ളത് ഒരു അപാകതയല്ല. അതൊക്കെ ഞങ്ങൾ മുന്നേറി. ലാസ്റ്റ് ടൈമിലൊക്കെ ഞങ്ങൾ മുന്നിലെത്തി കഴിഞ്ഞു. UDF LDF നോക്കുകയാണെങ്കിൽ നല്ല മുന്നേറ്റമാണ് ലാസ്റ്റ് ടൈമിലൊക്കെ ഉണ്ടായത്. അതിൻ്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് മറ്റു 2 സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് എതിരെ ഒരു ആരോപണങ്ങളോ മറ്റൊന്നുമില്ല. എല്ലാം നല്ല ഒരു ജനനായകനാണ്. സിനിമ ആക്ടർ എന്ന അതിലുപരി അദ്ദേഹം ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളായിരുന്നു 10-20 വർഷത്താണ്. അപ്പോൾ ആ 20 വർഷക്കാലത്തെ ബന്ധം ഈ മണ്ഡലത്തിലുടനീളം വിദ്യാർത്ഥിനികളും അതോടൊപ്പം ഇദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്ത സാറന്മാരും ഒക്കെ ടീച്ചേഴ്സും ഒക്കെ നല്ല ഏത് വീട്ടിൽ പോയാലും നല്ല ബന്ധമുണ്ട്. നമ്മൾ അങ്ങോട്ട് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ഒരാവശ്യമില്ല. കാരണം എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഒത്തിരി കാലമായിട്ട് ഇലക്ഷൻ വർക്ക് ചെയ്യണം. ഞാൻ ഇവിടെ പാർട്ടിയുടെ CPIയുടെ തിരുവനന്തപുരം മണ്ഡലം സെക്രട്ടേറിയറ്റ് അങ്ങോട്ട് പാളയംബാബു എന്നാണ് പേര്. അപ്പോൾ ആ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ ഒരു വീട്ടിൽ നമ്മൾ സ്ഥാനാർത്ഥിയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സാധാരണ വനിതകളാണ് ഈ സ്ഥാനാർത്ഥികളായി വരുമ്പോഴാണ് വീട്ടിൽ ചെല്ലുമ്പോൾ അകത്തേറി ഇരിക്കാൻ പറയുന്നത്. അതേ പ്രതീതിയാണ് ഇദ്ദേഹത്തിനോട് ഞങ്ങൾ പോയ വീടുകളിലെല്ലാം ഉണ്ടായ ഒരു പ്രതികരണമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാനാണ് സാധ്യതയല്ല. ഇപ്പോൾ പൊതുവേ തിരുവനന്തപുരം മണ്ഡലം നമുക്ക് LDFിൻ്റെ ആണ്. നിലവിൽ സിറ്റിംഗ് MLA ഒക്കെ ആന്റണി രാജു MLA ആണ്. അപ്പോൾ അത് LDF ആണ്. എത്ര ഭൂരിപക്ഷം കിട്ടുന്നു? നമ്മുടെ ഇവിടെ ജയിക്കുകയാണെങ്കിൽ ഒരു 10,000-ന് മുകളിൽ ഭൂരിപക്ഷം കിട്ടണം. കഴിഞ്ഞ തവണത്തേക്കാൾ അതിൻ്റെ ഇരട്ടി ഭൂരിപക്ഷം കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ഒരു കണക്കുകൂട്ടൽ നമ്മൾ തെറ്റാറില്ല. അതോടൊപ്പം തന്നെ കേരളം ആകെ നോക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലത്തെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഒരു ഗവൺമെൻറ്റും കാഴ്ചവെക്കാത്ത തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് എല്ലാ ജില്ലകളിലും നടന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു വലിയൊരു മുന്നേറ്റം തന്നെ LDFിന് കേരളത്തിലുണ്ടാവും എന്നുള്ളതാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കും. 1.5 ലക്ഷത്തോളം പുതിയ ജെൻസി പിള്ളേരാണ് ഇത്തവണ വോട്ട് ചെയ്യാൻ വരുന്നത്. അവരൊക്കെ ആർക്കായിട്ട് കുത്തുകൊണ്ടാണ്? കേരള ആകെയാണോ അതോ തിരുവനന്തപുരത്തിൻ്റെ കാര്യമാണോ? കേരളം അത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നോക്കുകയാണെങ്കിൽ യുവാക്കളും യുവതികളൊക്കെ ഈ തിരുവനന്തപുരം നമ്മുടെ കരമന സുധീറിനെ തന്നെ വോട്ട് ചെയ്യാൻ സംശയമൊന്നുമില്ല. കാരണം ഇപ്പോൾ രാവിലെ 2 പെൺകുട്ടികളൂടെ നിങ്ങൾ ചാനലുകാർ ബൈറ്റ് എടുക്കുന്നുണ്ട്. അവർ ആ സ്ലിപ്പൊക്കെ കാണിച്ചാണ് സംസാരിച്ചത്, ക്യാമറ ചിഹ്നം. അപ്പോൾ യുവതികളാണ് 2 വിദ്യാർത്ഥികളാണ്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് എന്തായാലും ഇദ്ദേഹത്തിന് കിട്ടും തിരുവനന്തപുരത്തെ സംബന്ധിച്ച്.